മൂന്നാറിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് നിർത്തിവച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും. ഇനി ആർക്കും കയ്യേറാൻ തോന്നാത്ത വിധമുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം എം മണിയുടെ രാജി ആവശ്യത്തിലൂടെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ സ്തംഭിച്ചു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ട്. മൂന്നാറിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് നിർത്തിവച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ഇനി ആർക്കും കയ്യേറാൻ തോന്നാത്ത തരത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന പ്രമേയത്തിന് മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആ വൻകിട കയ്യേറ്റക്കാർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയില്ല. അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് ഒരു തരത്തിലും തടയപ്പെട്ടിട്ടില്ല. ആ അനധികൃത കയ്യേറ്റം കൂടുതൽ ഫലപ്രദമായി ഇനി ആർക്കും അവിടെ കയ്യേറാൻ തോന്നാത്ത രീതിയിലുള്ള ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് ഈ സർക്കാർ നീങ്ങുക തന്നെ ചെയ്യും. 17/4 നടന്ന കയ്യേറ്റം ഒഴിപ്പിക്കൽ ശരിയായ നടപടിയാണ്. എന്നാൽ പോലീസിനെ അറിയിക്കാതെയാണ് ദേവികുളം സബ് കളക്ടറും ഭൂസംരക്ഷണ സേനയും പോയതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സമവായത്തിലൂടെയും ജനങ്ങളുടെ പിന്തുണയോടെയും കയ്യേറ്റം ഒഴിപ്പിക്കാനാണ് സർക്കാർ ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചു. അതേസമയം മന്ത്രി എം മണിയെ മുഖ്യമന്ത്രി പിന്തുണച്ചതിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. സ്ത്രീകളെ അധിക്ഷേപിച്ച മണി രാജിവെക്കുകയോ മുഖ്യമന്ത്രി പുറത്താക്കുകയോ ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്ത്രീകളെ അപമാനിച്ചിരിക്കുന്നു. ഈ കാര്യം മുഖ്യമന്ത്രിക്ക് ബോധ്യമായിട്ടില്ല. ഈ മന്ത്രിയെ പുറത്താക്കാൻ വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് സാർ. സ്പീക്കറുടെ മുഖം മറച്ച് കറുത്ത ബാനർ കൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ സ്പീക്കർ വിമർശിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് 45 മിനിറ്റ് നിർത്തിവെച്ച സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് അയവുണ്ടായില്ല. തുടർന്ന് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രനൊപ്പം എസ് ഷീജ. പൊമ്പിളെ ഒരുമയെ താൻ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് മന്ത്രി എം മണി. ചില മാധ്യമപ്രവർത്തകർക്ക് തന്നോട് വിരോധമുണ്ട്. തന്റേത് പണ്ഡിത ഉചിതമായ ഭാഷയല്ലെന്നും മനസ്സിന്റെ ഭാഷയിലാണ് സംസാരിക്കാറെന്നും മണി നിയമസഭയിൽ വിശദീകരിച്ചു. മണിയുടെ പ്രസംഗത്തെ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായും പർവ്വതീകരിച്ചതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരനാണ് ഞാൻ. ആ നാടിന്റെയും പാവപ്പെട്ട നാട്ടുകാരുടെയും ഭാഷയാണ് എന്റേതെന്നും മന്ത്രി എം മണി നിയമസഭയിൽ വിശദീകരിച്ചു. നാടിലെ പാവപ്പെട്ട നാട്ടുകാരുടെയും ഭാഷയാണ്, പണ്ഡിതോചിതമായ ഭാഷയൊന്നും അറിയില്ല. അത് ആ നാടിന്റെ ഭാഷയിൽ നന്മയുണ്ട്, ശുദ്ധിയുണ്ട്, മനുഷ്യസ്നേഹമുണ്ട്. അതിനെതിരായ ഒന്നും അതിലുണ്ടാവില്ല. അതിനെ തെറ്റിദ്ധരിക്കുവാൻ ശ്രമിക്കരുത്. തന്റെ പ്രസംഗത്തിൽ ഒരിടത്തും സ്ത്രീ എന്ന വാക്കോ ഏതെങ്കിലും സ്ത്രീയുടെ പേരോ പരാമർശിച്ചിട്ടില്ല. പെമ്പിളയൊരുമയെയും താൻ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് മണി വ്യക്തമാക്കി. വിവാദത്തിന് അടിസ്ഥാനമാക്കിയ പ്രസംഗത്തിലെ ഒരിടത്തും സ്ത്രീ എന്ന വാക്കോ ഏതെങ്കിലും സ്ത്രീയുടെ പേരോ പരാമർശിച്ചിട്ടില്ല. ആക്ഷേപിച്ചു എന്ന് പറയുന്നവരെ ആക്ഷേപിച്ചിട്ടില്ല. ചില മാധ്യമപ്രവർത്തകർക്ക് എന്നോട് വിരോധമുണ്ട്. ഉദ്യോഗസ്ഥരോടും കയ്യേറ്റക്കാരോടും ചില മാധ്യമപ്രവർത്തകർക്കുള്ള ബന്ധത്തെ താൻ വിമർശിച്ചതാണ് വിരോധത്തിന് കാരണം. പെമ്പിളയൊരുമയെ സമരത്തിലാണെന്ന് പറയുന്നത് ശരിയല്ല. ബിന്ദു കൃഷ്ണയും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെ 6 പേരാണ് അവിടെയുള്ളതെന്നും മന്ത്രി എം മണി പറഞ്ഞു. എന്റെ നാട്ടിലും വീട്ടിലുമൊക്കെ സ്ത്രീകളുണ്ടെന്നും അതുകൊണ്ട് സ്ത്രീ സമൂഹത്തോടുള്ള ആദരവ് ആവർത്തിക്കുന്നതായും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. എം മണിയുടെ പ്രസംഗം ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായും സന്ദർഭത്തെ പർവ്വതീകരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും കുറ്റപ്പെടുത്തി. ബഹുമാനായ എം മണി അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ട് അറിവുള്ള വ്യക്തിയാണ്. ആ നാടിന്റെ ശൈലി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കടന്നു വരാറുണ്ട്. അത്തരം ചില സന്ദർഭങ്ങളെ പർവ്വതീകരിച്ച് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മണിയാശാന് മലയോരത്തിന്റെ പിന്തുണയുമായി മൂന്നാറിൽ ബഹുജന മാർച്ച് നടന്നു. ആയിരങ്ങൾ പങ്കെടുത്ത ബഹുജന മാർച്ച് തോട്ടം മേഖലയുടെ സംഘടിത ശക്തി വിളിച്ചറിയിച്ചു. CPIM നേതാവും ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുമായ എം മണിക്കെതിരെ നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്കെതിരെയുള്ള പ്രതിഷേധമായാണ് മൂന്നാറിൽ CPIMന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള സംഘടിത ആക്രമണമാണ് മാധ്യമങ്ങളുടെ സഹായത്തോടെ ചിലർ നടത്തുന്നതെന്ന് നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PN വിജയൻ ആരോപിച്ചു. 65 വർഷക്കാലമായി മലനാടിനെ അറിയാവുന്ന മണിയാശാനെ ആർക്കും വെറുക്കാനാവില്ലെന്ന് തുടർന്ന് സംസാരിച്ച സെക്രട്ടേറിയറ്റ് അംഗം KV ശശി പറഞ്ഞു. മൂന്നാറിനെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും വിദേശ ശക്തികളിൽ നിന്നും പണം പറ്റി തോട്ടം തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട പട്ടയം തടയാനാണ് ശ്രമമെന്നും ദേവികുളം MLA കൂടിയായ S രാജേന്ദ്രൻ ആരോപിച്ചു.
இருந்து வருகின்ற இந்த பணத்தை கைப்பற்றிக் கொண்டு இந்திய மண்ணிலே இடுக்கி மண்ணிலே பகுதி மண்ணை தோட்டம் தொழிலாளிகளுக்கு கூட கொடுக்க சம்மதிக்க மாட்டோம் என்ற உள்ளில் சபதம் ஏற்றுக்கொண்டு நீலகண்டனை போன்றவர்கள் இங்கு நடத்துகின்ற நாடகமும் പോരാട്ടവും മൂന്നാറിൽ നടത്തുவதற்கு நாங்கள் சம்மதிக்க மாட்டோம். നേരത്തെ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ബഹുജന മാർച്ച് ടൗൺ ചുറ്റിയാണ് പൊതുയോഗ സ്ഥലത്ത് എത്തിച്ചേർന്നത്. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പൊമ്പിളെ ഒരുമൈ സമരം രണ്ടാം ദിവസം പിന്നിടുമ്പോൾ ഗോമതിയും കൗസല്യയും നിരാഹാരം ആരംഭിച്ചു. തൊഴിലാളി പ്രാതിനിധ്യമില്ലാത്ത സമരത്തിൽ കോൺഗ്രസും BJPയും പിന്തുണയുമായി രംഗത്തുണ്ട്. ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് CR നീലകണ്ഠനും നിരാഹാരം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മഹിളാ മോർച്ച പ്രവർത്തകരെ എത്തിച്ചാണ് സമരത്തിന് സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നത്. അതേസമയം സമരത്തിന് പിന്തുണ നൽകിയ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നിലപാടിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട്. ഒപ്പം സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നിരാഹാരം ആരംഭിച്ച CR നീലകണ്ഠന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി കേരള ഘടകത്തിലെ 3 പേർ രാജിവെച്ചു. BDJSും സമരത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. മന്ത്രി MM മണിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. മാർച്ച് പോലീസ് ബാരിക്കേഡുകൾ തീർത്ത് തടഞ്ഞു. ബാരിക്കേഡ് തകർത്ത് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി G ലീനയടക്കം 3 പേർക്ക് പരിക്കേറ്റു. മന്ത്രി MM മണിക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഹർജി. സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവയുള്ള ഭാഷയും ആംഗ്യവും കാണിച്ചതിന് കേസെടുക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും DGPയോട് റിപ്പോർട്ട് തേടണമെന്നുമാണ് ഹർജിയിലെ മറ്റാവശ്യങ്ങൾ. പൊതുപ്രവർത്തകൻ ജോർജ് വട്ടുകുളമാണ് പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും. മന്ത്രി MM മണി രാജിവെക്കണമെന്ന് UDF നേതൃയോഗം ആവശ്യപ്പെട്ടു. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ഒരു മന്ത്രിയും ഇതുവരെ ഒരു മുഖ്യമന്ത്രിയും സംരക്ഷിച്ചിട്ടില്ല. മന്ത്രി രാജിവെക്കാത്ത പശ്ചാത്തലത്തിൽ UDF ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നും UDF യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രിയും മന്ത്രിയുടെ തെറ്റുകളെ മൂടിവെക്കാനും ന്യായീകരിക്കുവാനുമാണ് ശ്രമിച്ചത്. ഇത് അക്ഷന്തവ്യമായ തെറ്റായി UDF വിലയിരുത്തുകയാണ്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു മന്ത്രിയും ഇതുപോലെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ ഒരു മന്ത്രിയെ ഒരു പാർട്ടിയും ഒരു മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മന്ത്രി പറഞ്ഞു, ഞാൻ പാർട്ടി പറഞ്ഞാൽ രാജിവെക്കുമെന്ന്. കേരളം പാർട്ടിയുടെ ഈ തീരുമാനത്തിന് കാതോർത്തിരിക്കുകയാണ്. മാധ്യമങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരാൾ ചെളിക്കുണ്ടിൽ വീണാൽ മുഴുവൻ പേരെയും ബാധിക്കും. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ നൽകരുത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹത്തിൻ്റെ പൊതുബോധം ഉയരുകയും മാധ്യമങ്ങൾ അതിനനുസരിച്ച് ഉയരാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് മാധ്യമങ്ങളെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്ന് തിരിച്ചറിയാൻ പറ്റണം. അത് അത്തരമൊരു സ്ഥിതിവിശേഷം ആപൽക്കരമായ ഒന്നായി മാറും. ഉത്തരവാദിത്വ ബോധമുള്ള പത്രപ്രവർത്തനം എന്ന ഗുണമേന്മ ഉറപ്പാക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് ഒഴിച്ചുകൂടാത്തതാണ്. അക്കാര്യം എല്ലാ മാധ്യമ സുഹൃത്തുക്കളും പരിഗണിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് മതനിരപേക്ഷ നിലപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുപക്ഷത്തിന് മുസ്ലിം വിഭാഗത്തിന്റെ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ടുകൾ ലഭിച്ചുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് RSS ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആയുധ പരിശീലനവും മാസ് ഡ്രില്ലും തടയുന്നതിന് നിലവിലുള്ള നിയമവ്യവസ്ഥിതി അനുസരിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 2011 പോലീസ് ആക്ടിൽ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതോടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടിയായി പറഞ്ഞു. കേരള പോലീസ് നിയമത്തിൽ കായിക പരിശീലനത്തിനും മാസ് ഡ്രില്ലിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിബന്ധനകൾ അനുസരിച്ച് കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നു. 2011 സംസ്ഥാന പോലീസ് ആക്ടിൽ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതോടെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള RSSന്റെ ആയുധ പരിശീലനത്തിന് നടപടി സ്വീകരിക്കാനാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. RSSന്റെ കൊലപാതക രാഷ്ട്രീയത്തിൽ കുട്ടികൾ പോലും പങ്കാളികളാകുന്നു. ഇത്തരം സംഭവങ്ങളെ സർക്കാർ ഗൗരവമായി തന്നെയാണ് കാണുന്നതെന്നും വ്യക്തികളുടെ സ്ഥലം കയ്യേറി RSS ശാഖകൾ നടത്തുന്ന വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വിവിധ ചോദ്യങ്ങൾക്ക് മറുപടിയായി സഭയിൽ വ്യക്തമാക്കി. കേരള പോലീസ് ആക്ട് 2011 പ്രാബല്യത്തിൽ വന്നിട്ടും ഇതുവരെ ഈ നിയമത്തിന് ആവശ്യമായ ചട്ടങ്ങൾ രൂപീകരിച്ച് ഉത്തരവായിട്ടില്ല. അത് കാരണം ഇത്തരം പരിശീലനങ്ങൾ നടത്തുന്നതിനെതിരെ പോലീസ് ആക്ടിൽ ശിക്ഷ
പറയുന്നില്ല. ഇപ്പോൾ ആക്ടിലെ സെക്ഷൻ 121 പ്രകാരമുള്ള ശിക്ഷയാണ് നടപ്പിലാക്കുന്നത്. ആവശ്യമായ ചട്ടങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു അവസ്ഥ പരിഗണിച്ച് വേഗം തന്നെ പുറപ്പെടുവിക്കുന്നതിന് ഉതകുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ്. സംസ്ഥാന പോലീസ് സേനയുടെ പരിശീലനത്തിൽ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ധനസഹായം ആവശ്യപ്പെടും. കൂടാതെ കീടനാശിനി കമ്പനികളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനായി നടപടിയെടുക്കുമെന്നും ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് മതനിരപേക്ഷതയാണ്. BJP പിന്നോട്ടുപോയി. കോൺഗ്രസിന് പ്രതീക്ഷിച്ച അത്രയും വോട്ട് ലഭിച്ചില്ല. മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ LDFന് ലഭിച്ചുവെന്നും മുഖ്യമന്ത്രി സഭയിൽ പരാമർശിച്ചു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ ചൂടിനിടയിലും നാക്കുപിഴകളാൽ നർമ്മരസ സമ്പന്നമായിരുന്നു ഇന്നത്തെ നിയമസഭാ സമ്മേളനം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും KM മാണിക്കും നാക്കുപിഴച്ചത് സഭയിൽ ചിരി പടർത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് പറ്റിയ പിഴവും കൗതുകമായി. മന്ത്രി MM മണിയുടെ വിവാദ പ്രസംഗത്തിനെതിരെ നിയമസഭയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷത്തിന് നാക്കുപിഴയുടെ ദിവസമായിരുന്നു ഇന്ന്. നാക്കുളുക്കലിന് പ്രശസ്തനായ തിരുവഞ്ചൂർ തന്നെയായിരുന്നു ഇന്നത്തെ താരം. മണിയുടെ വിവാദ പ്രസംഗം സഭയിൽ വായിച്ച തിരുവഞ്ചൂർ ആദ്യം ഒരക്ഷരം തെറ്റിച്ചു. പെമ്പിളയൊരുമയെന്ന് പറഞ്ഞപ്പോൾ നാക്കുളുക്കിയത് പലതവണ. പെമ്പിളയിൽ വരുമ്പോ അവരെ കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശനം ശരിയാകില്ല എന്ന്. ഒടുവിൽ ഇറങ്ങിപ്പോക്ക് പ്രസംഗത്തിനിടെ KM മാണിക്കുണ്ടായ നാക്കുപിഴയാണ് അല്പം കടന്നുപോയത്. ഈ രാജിവെക്കാത്ത മണിയുടെ നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും രാജിവെക്കുന്നു. രാജിവെച്ചോ? കൂട്ടച്ചിരിക്കിടെ രാജിയില്ലെന്ന് തിരുത്തി മാണി സഭ വിട്ടു. ഞാനും എന്റെ പാർട്ടിയും രാജിവെക്കുന്നില്ല. അതിനിടെ മൂന്നാറിലെ കയ്യേറ്റത്തെക്കുറിച്ച് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനും പിശകുപറ്റി. സർ, ചപ്പാത്തിച്ചോലയിൽ വർഷങ്ങൾക്ക് മുൻപ് നടുത്തളത്തിലെ പ്രതിഷേധ ചൂടിനിടയിലും സഭയിൽ ചിരിപടർത്തുന്നതായിരുന്നു അംഗങ്ങൾക്ക് പറ്റിയ നാക്കുപിഴകൾ. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടിയുമായി ജില്ലാ ഭരണകൂടം. ടാങ്കർ ലോറികളിൽ എത്തിക്കുന്ന വെള്ളം സംഭരിക്കാൻ ടാങ്കുകൾ നൽകുന്ന നടപടികൾക്കാണ് തുടക്കമായത്. എറണാകുളം ജില്ലയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലകളിൽ അടിയന്തരമായി വെള്ളമെത്തിക്കാൻ 400 ടാങ്കുകളാണ് വിതരണം ചെയ്യുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി 100 ടാങ്കുകളുടെ വിതരണം പൂർത്തിയാക്കി. സംഭരണികളിലേക്ക് ടാങ്കർ ലോറികളിൽ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന വെള്ളം പൊതുജനങ്ങൾക്ക് ആശ്വാസമേകും. ഞങ്ങൾക്ക് ഉപകാരത്തിൽപ്പെടുന്ന ഇതിലാണ് സർക്കാർ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളം ശേഖരിച്ചു വെക്കാനായിട്ട് ഇത് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. ടാങ്ക് ഞങ്ങൾക്ക് വാട്ടർ ടാങ്ക് തന്നാരണം പഞ്ചായത്തിൻ്റെ വെള്ളം പിടിക്കാനും നല്ലൊരു സഹായമായി. ജില്ലാ ഭരണകൂടത്തിനൊപ്പം വിവിധ ഗ്രാമപഞ്ചായത്തുകളും വരൾച്ചയെ നേരിടാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൂട്ടുവള്ളി പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ആദർശ്. കൂട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിനകത്ത് 150-ലേറെ വീടുകൾക്കകത്തേക്ക് ഇപ്പോൾ വാട്ടർ ടാങ്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ജനങ്ങൾ വിലയിരുത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. വിതരണം ചെയ്യുന്ന വെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്താൻ വെള്ളം ശേഖരിക്കുന്ന ടാങ്കറുകളെ GPS ട്രാക്കിംഗ് സംവിധാനം വഴി ജില്ലാ ഭരണകൂടം നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേന്ദ്ര സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചതോടെ വയനാട്ടിലെ വനാന്തര ഗ്രാമങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രതിസന്ധിയിലാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനപ്രകാരം 60% തുക മാത്രമാണ് കേന്ദ്രം അനുവദിക്കുക. ഫാത്തിമ ഗോൾഡ് മെഗാ ഫിയസ്റ്റയുടെ ഭാഗമായി മട്ടന്നൂർ ഫാത്തിമ ഗോൾഡിലെ നറുക്കെടുപ്പിൽ സമ്മാനാർഹരായവർക്കുള്ള റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ എന്നിവ വിതരണം ചെയ്തു. ഫാത്തിമ ഗ്രൂപ്പ് MD റാഫി എളമ്പാറ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. KP സുബീറ, PP വിജയൻ എന്നിവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. ഫാത്തിമ ഗോൾഡ് ഡയറക്ടർമാരായ C മൻസീർ, അബ്ദുള്ള ബാജി ബ്ലാത്തൂർ, നബീൽ, മുനിസിപ്പൽ കൗൺസിലർ PP ജലീൽ, AV മുസ്തഫ ഹാജി, PP മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. പ്രാദേശിക ചാനൽ രംഗത്ത് 1.5 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയമുള്ള കേരള വിഷൻ നേതൃത്വം നൽകുന്ന കേരള വിഷൻ ചാനൽ ഉപഗ്രഹ ചാനൽ സംപ്രേഷണ രംഗത്തേക്ക് പ്രവേശിക്കുന്നു. ഈ വർഷം അവസാനത്തോടെ ഉപഗ്രഹ ചാനൽ സംപ്രേഷണം നടത്താനാകും. കേരള വിഷൻ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് KCBLന്റെ പ്രഥമ സംരംഭക കൺവെൻഷൻ ഈ മാസം 26-ന് തൃശൂരിൽ നടക്കുമെന്ന് KCBL മാനേജിംഗ് ഡയറക്ടർ രാജ്മോഹൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 26-ന് രാവിലെ 10-ന് തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന ചടങ്ങ് സംവിധായകൻ ഷാജി N കരുൺ ഉദ്ഘാടനം ചെയ്യും.